കലോത്സവം ഒരു സൈഡിൽ നിൽക്കുമ്പോൾ തന്നെയാണ് സാഹിത്യോത്സവത്തിനും വേദിയാവുന്നു തലസ്ഥാന നഗരി. നിയമസഭാ രാജ്യാന്തര പുസ്തകോത്സവത്തിന് തിരുവനന്തപുരത്ത് തുടക്കമായിരിക്കുകയാണ്. നിയമസഭാ സമുച്ചയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിച്ചു. സമഗ്ര സംഭാവനയ്ക്കുള്ള നിയമസഭാ പുരസ്കാരം എം മുകുന്ദന് മുഖ്യമന്ത്രി സമ്മാനിച്ചു. പുസ്തക പ്രകാശനവും സാഹിത്യ ചർച്ചയുമൊക്കെയായി തിരുവനന്തപുരത്തിന് വാക്കുകളുടെ പൂക്കാലം. നിയമസഭാ രാജ്യാന്തര പുസ്തകോത്സവം 3ാം പതിപ്പിനാണ് ഇന്ന് തിരിതെളിഞ്ഞത്. നിയമസഭ ശങ്കരനാരായണൻ തമ്പി ലോഞ്ചിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പുസ്തകോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ രാജ്യത്തെ അടയാളപ്പെടും വിധം ഈ പുസ്തകോത്സവം ശ്രദ്ധേയമായിട്ടുണ്ട്. പല കാര്യങ്ങളിലും ഇതര നിയമസഭകൾക്കും ഇന്ത്യൻ പാർലമെന്റ് തന്നെയും മാതൃക കാട്ടിയിട്ടുള്ള കേരള നിയമസഭ സാഹിത്യോത്സവത്തിൻ്റെ കാര്യത്തിലും മാതൃക കാട്ടാൻ തയ്യാറായിരിക്കുന്നു എന്നതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. കലാ, സാഹിത്യ, സാംസ്കാരിക മേഖലകളിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം എം മുകുന്ദന് മുഖ്യമന്ത്രി സമ്മാനിച്ചു. ഒരുപാട് പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ടെങ്കിലും നിയമസഭാ പുരസ്കാരം വിലപ്പെട്ടതാണെന്ന് എം മുകുന്ദൻ. ഒരു അവിസ്മരണീയമായ മുഹൂർത്തമാണിത്. ഒരുപക്ഷെ ഞാൻ എന്നും ഓർക്കുന്ന ഒരു നിമിഷം. ഈ നിമിഷം എനിക്ക് നൽകിയതിൽ ഞാൻ നമ്മുടെ സർക്കാരിനോടും നിയമസഭയോടും നന്ദി പറയുന്നു. സാഹിത്യകാരൻ ദേവദത്ത് പട്നായക് പുസ്തകോത്സവത്തിന്റെ സ്മരണിക പ്രകാശനം ചെയ്തു. 13 വരെ നീളുന്ന പുസ്തകോത്സവത്തിൽ 250-ലധികം സ്റ്റോളുകളിലായി 150-ലധികം പ്രസാധകരാണ് പങ്കെടുക്കുന്നത്. പുസ്തകോത്സവത്തിന്റെ 4ാം ദിനമായ വെള്ളിയാഴ്ച രാത്രി 7 മണി മുതൽ ജനം ടിവിയുടെ നേതൃത്വത്തിൽ പ്രശസ്ത നടിയും പിന്നണി ഗായികയും നർത്തകിയുമായ കൃഷ്ണപ്രഭയും COK ബാൻഡും അവതരിപ്പിക്കുന്ന നൃത്ത സംഗീതരാവും അരങ്ങേറും. ജനം, തിരുവനന്തപുരം.